ഇപ്പോൾ സോൾട്ട് റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 300-ൽ പരം രുചി വിഭവങ്ങൾ. ആസ്വദിച്ചു കഴിക്കൂ, ആഘോഷിച്ചു കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, തോപ്പുംപടി ആൻഡ് കാക്കനാട്. കോതമംഗലത്ത് ഭിന്നശേഷി കലോത്സവം നടത്തി. കോതമംഗലത്ത് ഭിന്നശേഷി കലോത്സവം സ്നേഹസ്പർശം 2025 കലാ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ ഇൻചാർജ് സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു. 4 ചുവരുകൾക്കുള്ളിൽ അടച്ച് പൂട്ടിയിരിക്കേണ്ട ആളുകളല്ല, അവരെ പൊതുസമൂഹത്തിലേക്ക്, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിലടക്കം അത്തരമൊരു ആശയം ഗവൺമെൻറ് മുന്നോട്ട് വച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് ഇവിടെ ഇപ്പോൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലുമൊക്കെ ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ ഒരു കൂട്ടായ ഇടപെടലിൻ്റെ എല്ലാം ഭാഗമായി നമുക്ക് ഈ കുട്ടികളെ, സവിശേഷമായ കഴിവുകളുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആ കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കുക എന്നതിനോടൊപ്പം തന്നെ അതുപോലെ പ്രാധാന്യം തന്നെയാണ് അവരുടെ മാതാപിതാക്കൾ, അവരുടെ രക്ഷിതാക്കൾ. അവർ തീർച്ചയായിട്ടും വലിയ തോതിൽ അവർ ഈ കുട്ടികളെല്ലാം അവരുടെ ഓരോ കാര്യങ്ങളും നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലുമൊക്കെ കടന്നു ചെല്ലുമ്പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ഡേവിഡ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജോസ് വർഗീസ്, പൊതുമരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ, കൗൺസിലർമാരായ PR ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ഷിബു കുര്യാക്കോസ്, ഷിനു KA, സിജോ വർഗീസ്, മിനി ബെന്നി, ജൂബി പ്രതീഷ്, റോസിലി ഷിബു, ഭാനുമതി രാജു, സിന്ധു ജിജോ, മുനിസിപ്പൽ സെക്രട്ടറി ഷീജു C എന്നിവർ സന്നിഹിതരായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് സ്വാഗതവും ICDS സൂപ്പർവൈസർ ബിന്ധ്യ V നന്ദിയും രേഖപ്പെടുത്തി. പരിചയപ്പെടാം, ഉല്ലസിക്കാമെന്ന പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കുചേർന്നു. കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മെമ്മന്റോയും സ്നേഹസമ്മാനവും നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.